ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 30 ഡേയ്സ് വെയ്റ്റ് ലോസ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിവിടെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് നമ്മൾ പട്ടിണി കിടന്നിട്ടാണ് ഇത്രയും വെയിറ്റ് ഒക്കെ കുറച്ചതെന്നൊക്കെ. ഒരിക്കലുമല്ല, നമ്മൾ 3-4 നേരമൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ് ഇതുവരെയൊക്കെ എത്തിയത്. അത് ശ്രദ്ധിക്കാതെ ആയപ്പോഴാണ് വെയിറ്റ് കുറച്ച് കൂടിയേക്കുന്നത്. അപ്പോൾ വീണ്ടും പഴയതുപോലെ നമ്മൾ വെയിറ്റ് ലോസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്തായാലും എന്നോടൊപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്നവർ താഴെ റെഡി എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. നമ്മൾ 2 ദിവസം മുന്നേ ഇങ്ങനെ വീഡിയോ ഇടുന്നത് നമ്മളൊന്ന് സ്വയം ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ നമ്മൾ ഡയറ്റ് തുടങ്ങുകയാണ്, വർക്കൗട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞൊന്ന് പാകപ്പെടുത്തുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ നേരത്തെ വീഡിയോസ് ഇട്ട് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ മേടിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് വില കൂടിയതൊന്നുമല്ല, നമ്മളെ കൊണ്ട് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ചിലവർക്ക് ഒരു ഇതുണ്ട്, എന്താണ്, ഇപ്പോൾ എനിക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണല്ലോ, എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് ചെയ്യാനുള്ള സമയത്തിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മൾ മാത്രമായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റാത്ത വീട്ടിലെ സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെയാണ് എൻ്റെ നല്ല പ്രായത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല രീതിയിലൊക്കെ നടക്കുമ്പോൾ ഞാനിങ്ങനെ നല്ല വണ്ണവും വെച്ച് അവരിലൊക്കെ പ്രായത്തിൽ കൂടുതൽ പ്രായം തോന്നിക്കുന്ന രീതിയിലൊക്കെ നടക്കേണ്ടതായിട്ട് വന്നത്. എപ്പോഴാണോ എൻ്റെ ചിന്തകൾ മാറി അപ്പോഴാണ് എനിക്കും മാറ്റം സംഭവിച്ചു തുടങ്ങി. അപ്പം നമ്മൾക്ക് സമയം കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ വേണ്ടി ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഞാൻ മേടിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത്രയൊക്കെ സാധനങ്ങളാണ് എൻ്റെ വെയിറ്റ് ലോസിന് വേണ്ടി ഞാൻ മേടിച്ച് എൻ്റെ അടുക്കളയിൽ സൂക്ഷിച്ചേക്കുന്ന സാധനങ്ങൾ. ഒരു ട്രേ മുട്ട ഞാൻ മേടിച്ചിട്ടുണ്ട്. എൻ്റെ വെയിറ്റ് ലോസ് ജേണിക്ക് ഒത്തിരി സഹായിച്ചൊരു സാധനമാണ് കോഴിമുട്ട. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് മേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ട്രേ കണക്കിന് എടുത്ത് വയ്ക്കുന്നത്. പിന്നെ കുറച്ച് പച്ചക്കറി, ക്യാരറ്റ്, കുക്കുംബർ, തക്കാളി, ചെറുനാരങ്ങ, ബീട്രൂട്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത്. ഫ്രൂട്ട്സ് ഒന്നും തന്നെ ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടില്ല. അടുത്ത ദിവസം വേണം ഇനി അത് മേടിക്കാനായിട്ട്. പിന്നെ ഇന്നലെ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അന്ന ഈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ ഞാൻ ആദ്യമായിട്ടാണ്, അതിക്ക് മുമ്പ് കയറിയിട്ടുണ്ട്, പക്ഷേ സാധനങ്ങൾ മേടിക്കുന്നത് ഇന്നലെ ആദ്യമായിട്ടാണ്. വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റിയേക്കുന്നവർക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ്സ് ഉള്ളൊരു കടയാണ്. വെറൈറ്റി ഐറ്റംസ് ഉള്ളൊരു കടയാണ്. ഞാൻ മേടിച്ചേക്കുന്നത് ഈ 3 പാക്കറ്റാണ് ഇന്നലെ അവിടെ നിന്ന് മേടിച്ച്. മൾട്ടി മില്ലറ്റിൻ്റെ ഒരു പുട്ടുപൊടി, പിന്നെ സ്റ്റീം കോൺ പുട്ടുപൊടി, ചോളത്തിൻ്റെ പുട്ടുപൊടിയാണ്. ഓൾറെഡി ഞാനത് വേറെ കമ്പനികളുടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളുടെ അടുത്ത് ഇത്രയും നല്ലൊരു ഷോപ്പ് ഉണ്ടായിട്ട് അവിടെ കയറിയില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഇന്നലെ അവിടെ പോയി സാധനങ്ങൾ മേടിച്ച്. പിന്നെ കോണിൻ്റെ ഇഡ്ഡലി ദോശ മിക്സ്, അത് ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. എപ്പോഴും നമ്മൾ ചോളപ്പുട്ട്, റാഗിപ്പുട്ട്, അങ്ങനെ പുട്ട് തന്നെയാണല്ലോ എന്ന് കരുതി, ഒരു വെറൈറ്റി വേണമല്ലോ എന്ന് കരുതി കണ്ടപ്പോൾ മേടിച്ചതാണ്. ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയാം. പിന്നെ അതെ പൊൻകതിരിൻ്റെ സ്റ്റീംഡ് റാഗി പുട്ടുപൊടി. ഇപ്പോൾ നിങ്ങൾ ബ്രാൻഡൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ അടുത്ത് കിട്ടണമെന്ന് വെച്ചാൽ അത് മേടിക്കാൻ പറ്റുവാണെങ്കിൽ മേടിക്കാം. ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൽ ഇതൊക്കെ കഴിച്ചാണ് വണ്ണം കുറച്ചിരുന്നത്. അപ്പോൾ അത് പറയുവാണ്. റാഗിയുടെ പുട്ടുപൊടി, പിന്നെ സാദാ വറുത്ത റാഗി, നമ്മൾ കുറുക്കുണ്ടാക്കാനോ സ്മൂത്തി ഉണ്ടാക്കാനോ ഒക്കെ നല്ലത് വറുത്ത റാഗിപ്പൊടിയാണ്. സ്റ്റീംഡ് പുട്ടുപൊടി ആകുമ്പോൾ നമുക്കത് മടുപ്പ് തോന്നില്ല. ഈ റാഗിയിലും നമുക്ക് പുട്ടുണ്ടാക്കാം, പക്ഷേ കുറച്ച് ഇങ്ങനെ ഭയങ്കര കല്ലപ്പം ഉള്ളതുപോലെ ആയിരിക്കും. സ്റ്റീംഡ് ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കഴിക്കാൻ എളുപ്പമാണ്. പിന്നെ ഓട്സ്, പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടയാട്ടോ അത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇപ്പോൾ ഈ ഒരു റീസ്റ്റാർട്ടിൽ ഞാൻ എൻ്റെ അടുക്കളയിൽ കരുതി വെച്ചേക്കുന്ന സാധനങ്ങൾ. പിന്നെ ഈ 2 ഐറ്റം വിട്ടുപോയി. ഞാൻ ഉച്ചയ്ക്ക് ചോറിന് പകരം ഈ മില്ലറ്റിൻ്റെ വരക് അരി,
കഴിക്കുമായിരുന്നു. അത് ഇപ്പം ഇതിന് വേണ്ടി മേടിച്ചതല്ല, ഓൾറെഡി ഞാൻ കഴിച്ചിട്ട് ബാക്കിയിരിക്കുന്ന ബോട്ടിലാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തായാലും ഈ ഡയറ്റിലും ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ ഇതാ ലിറ്റിൽ മില്ലറ്റ്, ചാമ അരി സെയിം തന്നെയാണ്. കാഴ്ചയിൽ രണ്ടും ഒരേപോലെ ആണെങ്കിലും രണ്ടും രണ്ട് മില്ലറ്റാണ്. മില്ലറ്റുകളെക്കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇതേപോലെ വെയിറ്റ് ലോസിന് വേണ്ടി ഓരോരോ ഫുഡ് ഐറ്റംസ് വെറൈറ്റി കണ്ടുപിടിച്ച് പോകുന്ന കൂട്ടത്തിലാണ് ഇതൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയേക്കുന്നത്. പിന്നെ ഇപ്പോൾ മില്ലറ്റൊക്കെ ഒരു ട്രെൻഡാണല്ലോ. എന്താണ് കൊളസ്ട്രോൾ കുറയാനും ഹെൽത്തി ആയിട്ടിരിക്കാനും നമുക്ക് ചോറിന് പകരം ഒരു വേറൊരു ഓപ്ഷൻ കരുതാനൊക്കെ. അപ്പം അങ്ങനെ വാങ്ങി വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇന്നലെ മേടിച്ചതൊന്നുമല്ല, ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് ഞാൻ എൻ്റെ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചേക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഒരു 2 ആഴ്ചത്തേക്കൊക്കെ കഴിക്കാനുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഈ പൊടികളൊക്കെ പെട്ടെന്നൊന്നും തീരില്ല. കാരണം ഇതൊക്കെ സ്റ്റീംഡ് പുട്ടുപൊടിയൊക്കെയാണ്. അപ്പോൾ വളരെ കുറച്ച് അളവിൽ നമുക്ക് മാത്രമല്ലേ, അപ്പോൾ ഇത്തിരി എടുത്തു കഴിഞ്ഞാൽ തന്നെ കുറേ ദിവസത്തേക്ക് നമുക്കിതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ എന്തായാലും ഒരു 100-600 രൂപ റേഞ്ചിൽ താഴെ വരുന്ന രീതിയിലാണ് ഈ ഡയറ്റ് ഫുഡൊക്കെ വരുന്നത്. ഇനി കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കണം, നട്ട്സും പറ്റുവാണെങ്കിൽ മേടിക്കണമെന്നുണ്ട്. അതൊക്കെ എന്തായാലും നെക്സ്റ്റ് വീഡിയോസിൽ പറയാം. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചേക്കുന്ന ഡയറ്റ് ഫുഡിൽ റാഗി ആണെങ്കിലും അത്യാവശ്യം നല്ല കാൽസ്യം ഫൈബറൊക്കെ ഉള്ള ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസാണ്. നമുക്ക് പെട്ടെന്ന് വിശക്കത്തൊന്നുമില്ല. നോർമലായിട്ട് നമ്മൾ ഇപ്പോൾ സാധാരണ പുട്ട്, ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഇത് കഴിക്കുവാണെങ്കിൽ റാഗി ആവുമ്പോൾ നമുക്കത് പകുതി കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫില്ലാവുന്നതായിട്ട് തോന്നും. അതുപോലെ ഞാൻ പറഞ്ഞു, നോർമൽ ഈ വറുത്ത റാഗിപ്പൊടി വെച്ചിട്ട് നമുക്ക് കുറുക്കോ സ്മൂത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം. പിന്നെ മില്ലറ്റ്സ് ആണെങ്കിലും നമ്മളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും നമ്മളുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഒത്തിരി സഹായിക്കും. നമുക്ക് ചോറിന് പകരം മില്ലറ്റ് റൈസ് ഉപയോഗിക്കാം. പിന്നെ മില്ലറ്റിൻ്റെ പുട്ടുപൊടി ആണെങ്കിലും പലതരം മില്ലറ്റ്സ്, എനിക്ക് തോന്നുന്നു ഒരു 7 മില്ലറ്റ്സൊക്കെ ഒന്നിച്ചുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇൻഗ്രീഡിയൻസിൽ തിന, ചാമ, വരക്, കുതിരവാലി, ബജ്ര, റാഗി, മണിച്ചോളം, അങ്ങനെ എല്ലാ മില്ലറ്റ്സിൻ്റെയും കൂടിയുള്ള ഒരു മിക്സാണിത്. അപ്പോൾ അതും നമ്മളെന്തായാലും കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കത്തൊന്നുമില്ല. പിന്നെ ഓട്സ്, എല്ലാവരും വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് പർച്ചേസ് ചെയ്യണ സാധനമായിരിക്കും ഓട്സ്. അതും ഫൈബർ റിച്ച് ആയിട്ടുള്ളതാണ്. നമ്മളുടെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നമുക്ക് വയറ് ഫില്ല് ചെയ്തായിട്ടിരിക്കാനൊക്കെ തോന്നും. ചോളമാണെങ്കിലും ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈബറും അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എല്ലാം ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഇതൊന്നും മേടിക്കാൻ പറ്റില്ല, വീട്ടിലുള്ളത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ ഡേയ്സിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ നേരെ പകുതി അളവ് ഭക്ഷണമാക്കി കഴിച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുക. എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ളവർ റെഡി എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.